celebrating 13 colorful years of capturing heartbeats of Carolites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ഷിക്കാഗോ സീറോ മലബാർ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജേക്കബ് അങ്ങാടിയത്തിന്റെ ജീവചരിത്രം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഷിക്കാഗോയിൽ നടന്ന സീറോ മലബാർ എപ്പാർക്കിയിൽ അസംബ്ലിയുടെ സമാപന സമ്മേളനത്തിൽ വെച്ച് ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട് സീറോ മലങ്കര രൂപത ബിഷപ്പ് ഫിലിപ്പോസ് മാർ സ്റ്റെഫാനോസിന് ആദ്യ പ്രതി നൽകി പ്രകാശനം ചെയ്തു. രചനയ്ക്ക് പിന്നിൽ പലരുടെ അധ്വാനമുണ്ടെങ്കിലും ഫാദർ ജോർജ് ദാനവേലിലാണ് എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത്. വായനക്കാരെ പിടിച്ചിരുത്തുന്ന ആഖ്യാന രീതി ഏറെ ഇഷ്ടപ്പെട്ടു. അപ്പ എണീക്ക്. അവൻ വിചാരിച്ചത് അപ്പൻ ഉറങ്ങുകയായിരുന്നുവെന്നായിരുന്നു. അപ്പൻ എണീറ്റ് വന്നാൽ പുറത്തു കയറി ആന കളിക്കാം, അതായിരുന്നു 3 വയസ്സുകാരൻ ചാക്കോച്ചന്റെ മനസ്സിൽ. അപ്പന്റെ മരണം നേരിൽ കാണേണ്ടി വന്ന ആ 3 വയസ്സുകാരന്റെ അർത്ഥമറിയാതെയുള്ള പ്രതികരണം വായനക്കാരുടെ കണ്ണ് നനയിപ്പിക്കും. അപ്പന്റെ വേർപാടിനെ തുടർന്ന് കുട്ടിക്കാലത്തുണ്ടായ ശൂന്യത, കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ, കുടുംബ ബന്ധങ്ങളുടെ ദൃഢത, സഹോദര സ്നേഹത്തിന്റെ ഇഴയെടുപ്പും ജ്യേഷ്ഠന്റെ ത്യാഗം എല്ലാം ഹൃദയസ്പർശിയായി കുറിച്ചിട്ടിരുന്നു. എന്റെ മൂത്ത ചേട്ടൻ എനിക്ക് പിതാവിന്റെ സ്ഥാനത്താണ്. അപ്പൻ മരിക്കുമ്പോൾ എനിക്ക് 3 വയസ്സും ചേട്ടന് 16-17 വയസ്സുമാണ് പ്രായം. ആ ചേട്ടനാണ് പഠിപ്പ് പോലും തൽക്കാലം വേണ്ടെന്ന് വെച്ച് ഞങ്ങളെ വളർത്തിയത്. വർഷങ്ങൾക്ക് ഇപ്പുറവും ചേട്ടന്റെ ത്യാഗത്തെ നന്ദിപൂർവ്വം സ്മരിക്കുന്ന അനിയന്റെ വാക്കുകൾ വായനക്കാരന്റെ മനസ്സിനെയും ആർദ്രമാക്കും. കൂത്താട്ടുകുളത്തിനടുത്തുള്ള ഇലഞ്ഞി പഞ്ചായത്തും പെരിയപുറം ഗ്രാമവും അവിടുത്തെ കൃഷി രീതികളും നാട്ടിൻപുറത്തെ പള്ളിക്കൂടങ്ങളും മതസാഹോദര്യവുമെല്ലാം ആദ്യ അധ്യായത്തിൽ വിവരിക്കുന്നതിലൂടെ അക്കാലത്തെ ഗ്രാമീണ വിശുദ്ധി പുതുതലമുറയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അൾത്താര ബാലനായി ശുശ്രൂഷ ചെയ്യുന്നതിനെപ്പറ്റി പറയുമ്പോൾ മതബോധനത്തിന്റെ കാര്യത്തിൽ അക്കാലത്ത് ഇടവക വികാരിമാർ എത്രമാത്രം കർക്കശക്കാർ ആയിരുന്നുവെന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആശ്ചര്യത്തോടെ മാത്രമേ കാണുവാൻ കഴിയൂ. അൾത്താര ബാലനായി ശുശ്രൂഷ ചെയ്തതുകൊണ്ടാണ് വൈദികരെ കൂടുതലായി മനസ്സിലാക്കാൻ സാധിച്ചതും സെമിനാരിയിൽ ചേരണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ ഉണ്ടാകാൻ കാരണമായതും. 10ാം ക്ലാസ്സിന് ശേഷമാണ് സെമിനാരിയിൽ ചേരുന്നത്. എല്ലാവർക്കും സന്തോഷം. അമ്മയ്ക്ക് മാത്രം ഒരു നിബന്ധന, രൂപത പട്ടക്കാരൻ ആയാൽ മതി. അതാകുമ്പോൾ മകനെ ഇടയ്ക്കൊക്കെ കാണാമല്ലോ. ചേട്ടൻ ആൻഡ്രൂ എനിക്കുള്ള പായും തലയണയും എടുത്തു. ഒരു ചുമട്ടുകാരൻ പെട്ടിയും. ചിറ്റപ്പൻ മുന്നേ നടന്നു, പുറകെ ആൻഡ്രൂ, ഏറ്റവും പിന്നിൽ ഞാനും. സെമിനാരിയിലേക്കുള്ള ആദ്യ യാത്ര മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. തുടർന്ന് പാല സെന്റ് തോമസ് കോളേജിലെ പ്രീ യൂണിവേഴ്സിറ്റി പഠനവും മൈനാൻ സെമിനേരിയിലെ അക്കാലത്തെ ലളിത ജീവിതവും നിഷ്ഠകളും എല്ലാം വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. കൂട്ടത്തിൽ കോളേജിലെയും സെമിനാരിയിലെയും പ്രഗത്ഭരായ അന്നത്തെ അധ്യാപകരെ പറ്റിയും അവരുടെ സ്നേഹവും കരുതലുമൊക്കെ വിശദമായി തന്നെ പറയുന്നുണ്ട്. വർഷങ്ങൾ നീണ്ട പഠനത്തിനു ശേഷം പൗരോഹിത്യ സ്വീകരണം അടുത്തു വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വെല്ലുവിളികളെയും ഈ പുസ്തകം നന്നായി പ്രതിപാദിക്കുന്നു. ചുഴിയിൽപ്പെട്ട് ശ്വാസത്തിനായി പിടയുന്നത് പോലെ തീവ്രമായ ദിവസങ്ങളായിരുന്നു. ഈ വാക്കുകൾ മതി ആ മാനസിക സംഘർഷങ്ങൾ മനസ്സിലാക്കാൻ. പാല ലാലം പഴയ പള്ളിയിൽ വെച്ച് വയലിൽ പിതാവിൽ നിന്നുമാണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. ആദ്യ നിയമനം അസിസ്റ്റന്റ് വികാരിയായി കുടുക്കാച്ചിറ സെന്റ് ജോസഫ് ദേവാലയത്തിലായിരുന്നു. പിന്നെ അരുവിത്തുറ പള്ളിയിൽ വികാരിയായി ആദ്യ നിയമനം അമ്പാറ നിരപ്പേൽ പള്ളിയിലായിരുന്നു. തുടർന്ന് പാല മൈനർ സെമിനാരിയിൽ അധ്യാപകനായും സേവനം ചെയ്തു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി വായിച്ചിരിക്കേണ്ടതാണ്. കൂടാതെ വരും തലമുറയ്ക്ക് ഷിക്കാഗോ രൂപതയെപ്പറ്റി മനസ്സിലാക്കാനും അങ്ങാടിയത്ത് പിതാവിന്റെ ജീവചരിത്ര ഗ്രന്ഥം ഉപകരിക്കും. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.